ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പെറ്റൂണിയമായിട്ടാണ്. അപ്പോൾ ഇതേപോലെ പെറ്റൂണിയ എങ്ങനെയാണ് ഇത്രയും ബുഷിയായിട്ട്, അതും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പെറ്റൂണിയകൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വളർത്തിയെടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു റിപ്ലൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള നോർമൽ പ്ലാൻസ് നമ്മൾ ഇറങ്ങുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം കൊറിയർ ചെയ്യാൻ സമയമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച നമുക്ക് അങ്ങനെ പോവും. ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് പാക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ വെള്ളിയാഴ്ച ഒരു ദിവസമാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കരുതി ഈ ചെടികളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ കൂടെ ഒരു വീഡിയോ എടുത്തിട്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുറച്ച് പെറ്റൂണിയാസ് ആണ്. അപ്പോൾ ഈ ഹൈബ്രിഡ് ആണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പ്ലാന്റ്സ് ഇവിടെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും സമയമില്ല കേട്ടോ. പിന്നെ ശനിയും ഞായറും നമ്മളൊരു ഹോളിഡേ ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ട് മാറ്റി വയ്ക്കും. പിന്നെ ഒരു വെള്ളിയാഴ്ച നമ്മൾ ഇതുപോലെ ദിവസം കിട്ടുമ്പോൾ ഇതേപോലെ ഇരുന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ചട്ടിയില്ലേ, ഇത്രയും ചെറിയ ചട്ടികൾ മതി കേട്ടോ നമ്മുടെ പെറ്റൂണിയെ നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ പെറ്റൂണിയെ നടുമ്പോൾ അതിൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പകുതി ഭാഗം ചെടിയിൽ നിന്നും പകുതി ഭാഗം താഴേക്കുള്ള മണ്ണ് ഭാഗം കളയാതെ നമ്മൾ ചട്ടിയിൽ ഏറ്റവും ടോപ്പിലായിട്ട് വെച്ച് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ പെറ്റൂണിയയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലകൾ മണ്ണിൽ കിടന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവുമായിട്ട് ഇഴുകി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഇലകൾ വഴി ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ ചെടി നശിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ചെടികൾ എടുത്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യണം. കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഉൾഭാഗത്ത് ശ്രദ്ധിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അഴുകി നിൽക്കുന്നത്. അപ്പോൾ അത്രയും ഭാഗങ്ങളും പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ പൊട്ടിക്കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കഷ്ണമൊക്കെ നമ്മളൊന്ന് മുറിച്ച് മാറ്റണം കേട്ടോ. എൻ്റെ കത്രിക കാണുമ്പോൾ എല്ലാവർക്കും ചിരി വരുന്നുണ്ടായിരിക്കും അല്ലേ. ഇത് പഴയൊരു കത്രികയാണ്. എൻ്റെ കയ്യിൽ കട്ടർ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ കട്ടർ കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സിങ് ആയിരുന്നു. പിന്നെ ഇത് എടുത്ത് നോക്കി നോക്കുമ്പോൾ അതിന് തീരെ മൂർച്ചയില്ല. അപ്പോൾ അതിലും ഭേദം ഈ കത്രികയെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത് വെച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒടിഞ്ഞ് കിടന്നിരുന്ന കമ്പ് എടുത്തിട്ട് ഞാൻ ആ ചട്ടിയിൽ തന്നെയാണ് വെക്കാറ്. അത് ഏത് ചെടിയും അങ്ങനെ തന്നെയാണ്. ഞാൻ കമ്പ് അങ്ങനെ മാറ്റി നടാറില്ല കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇത് താനെ പിടിച്ചു വന്നോളും. അപ്പോൾ അതിൻ്റെ ഈ മഞ്ഞ കളറിലുള്ള ഇലകൾ, ചെളി പിടിച്ച തരത്തിലുള്ള ഇലകൾ, ഇങ്ങനെ കീറിക്കിടക്കുന്ന പോലെയുള്ള കഷ്ണങ്ങൾ, അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനിയിപ്പോൾ കത്രിക കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ചെടി തന്നെയാണ്, ചെടികൾക്കൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ പൊട്ടിച്ച് മാറ്റിയാലും മതി. പിന്നെ നമുക്ക് സങ്കടം വരും, ചെറിയ പൂമൊട്ടുകളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നമ്മളൊന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. പിന്നെ പൂ വന്നിട്ട് കൊഴിഞ്ഞു പോയതും നമ്മൾ ആ ചെടിയിലകത്ത് അങ്ങനെ നിർത്തരുത്. അതൊക്കെ നമ്മളൊരു ചെടി ഹെൽത്തി ആയി വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ പഴയ പൂക്കളൊക്കെ അങ്ങനെ നിൽക്കണമെങ്കിൽ നിൽക്കാം. അത് ഓട്ടോമാറ്റിക് കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ഇത് കണ്ടില്ലേ, നമ്മൾ ഒരു ചെടിയുടെ വളരെ ദയനീയമായൊരവസ്ഥയാണ് കേട്ടോ. അതിൻ്റെ സെൻറ്റർ ഭാഗം കംപ്ലീറ്റ് അഴുകിപ്പോയിരിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ചെടി വെച്ചിരിക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ചെടിയുടെ മണ്ണിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പെറ്റൂണിയയുടെ കവറിനകത്തെ ഒരു പകുതി ഭാഗത്തെ മണ്ണാണ് നമ്മളങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നതനുസരിച്ചിട്ട് ആ മണ്ണും നമ്മുടെ ചെടിച്ചട്ടിയിലെ മണ്ണുമായിട്ട് അങ്ങോട്ട് സെറ്റായി വന്നോളും. അപ്പോൾ ചെടിയുടെ ബാക്കി ഭാഗങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ആ സെൻറ്റർ ഭാഗമാണ് അത് കേട് വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് ഇനി നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതുകൂടി കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇത്രയും നമ്മുടെ ചെടികൾ ഇവിടെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രയൊക്കെ പെറ്റൂണിയ കയ്യിലുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ പെറ്റൂണിയ കാണുമ്പോൾ എൻ്റെ കൺട്രോൾ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് വെക്കാറുണ്ട്. ഇത്രയും വേസ്റ്റാണ് കേട്ടോ നമ്മുടെ പെറ്റൂണിയ ക്ലീൻ ആക്കിയപ്പോൾ കിട്ടിയത്. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാഫാണ്. അപ്പം ഞാനതുപോലെ ഒരു ബോക്സിനകത്താക്കി അടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ആവാത്ത രീതിയിലേ. അപ്പോൾ അതിന്ന് കുറച്ച് സാഫ് എടുത്തിട്ട് നമ്മളിതുപോലെ നമ്മുടെ സ്പ്രെയറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എനിക്കങ്ങനെ കണക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഏകദേശം എൻ്റെ ഒരു അളവിലാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ സ്പ്രെയർ നന്നായി അടച്ച് എയർ അതിനകത്തേക്ക് അടിച്ച് കയറ്റിയിട്ട് നമ്മൾ എല്ലാ പെറ്റൂണിയാസിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ ആ വെട്ടി മാറ്റിയ ഭാഗത്തെ അഴുകലും അത്തരം പ്രശ്നങ്ങളെല്ലാം ഇതോടുകൂടി അങ്ങോട്ട് തീരും കേട്ടോ. ഇനി നമ്മുടെ ഈ പെറ്റൂണിയാസ് എല്ലാം നല്ല ഹെൽത്തി ആയി വന്നതിന് ശേഷം, ഇപ്പോൾ ഹെൽത്തിന് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല,
നമുക്കിതിനെ ഹാങ്ങിങ്ങിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ചെടികൾ നമുക്ക് കിട്ടും. പിന്നെ ഈ ചെടികളെല്ലാം തണലത്താണ് കേട്ടോ ഇരിക്കുന്നത്, അതുകൂടി പറയാനുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെയുള്ള നല്ല നല്ല പെറ്റൂണിയാസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഒരു വേനൽക്കാലം മുഴുവൻ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.